ബിഗ് ഗെയിമിംഗ്. അപ്പം നമ്മളിന്ന് ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. കുറേ ദിവസം ഈ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ മൈൻക്രാഫ്റ്റ് അധികം കളിക്കാറില്ല. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പേര് എന്നിടാം. പേരെന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഹാർഡ് വയ്ക്കാം. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ്, നമുക്ക് സീഡ് നമ്മൾ അടിക്കാൻ പോണത് 625 നമ്മുടെ സീഡ്. ഈ സീഡൊക്കെ തന്നെ കുറേ അടിക്കണ സീഡാണ്. സീഡ് അടിച്ചാൽ മതി. അപ്പോൾ സീഡ് എന്ന് വെച്ചാൽ നമ്മൾ 625 നമ്മൾ. പിന്നെ നമുക്ക് കോർഡിനേറ്റ്സും ദിവസവും ഓണാക്കി വെക്കാം. പിന്നെ മൾട്ടിപ്ലെയർ വേണ്ട, ചീറ്റ്സ് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. അപ്പം നമുക്കിപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം. നമുക്ക് കണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയ്ക്ക് കടക്കാം. പിന്നെ നമ്മുടെ ആദ്യത്തെ ലെറ്റ്സ് പ്ലേ ആയതുകൊണ്ട് ലെറ്റ്സ് പ്ലേ എന്തായാലും ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വീട് ഉണ്ടാക്കാനൊന്നും ഞാൻ നോക്കണമെന്നില്ല. ഞാൻ റീസോഴ്സ് ഗ്യാദർ ചെയ്യാനാണ് ഞാൻ മാക്സിമം നോക്കണേ. ആദ്യത്തെ തന്നെ നമ്മൾ വീടൊന്നും ഉണ്ടാക്കണില്ല. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ വീഡിയോ ആയിരിക്കും എന്തായാലും. കാരണം നല്ല റീസോഴ്സ് ഗ്യാദർ കാണിക്ക്. പിന്നെ ഇത് രാത്രി വീട് എടുക്കണതുകൊണ്ട് ചിലപ്പോൾ സമയം എടുക്കും ഗ്യാദർ ചെയ്യാനൊക്കെ. ഇതിപ്പോൾ ലോഡാവണമില്ല നന്നായിട്ട്. ഇത് ഇറങ്ങി പോവുക ഗൈസ്. വേണമെങ്കിൽ ലോഡിങ്ങിൻ്റെ അതൊക്കെ ഇറങ്ങി പോണേ എന്താണാവോ. പിന്നെ നമ്മൾ കൂടുതൽ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മൈൻക്രാഫ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. അത് കണ്ടാണ് ഫുള്ളും ഫ്രീ ഫയർ വീഡിയോ ഇട്ടത്. ഓക്കെ ഗൈസ്, നമ്മൾ വന്ന് ലാഗ് മല നമ്മുടെ സ്ഥലത്ത് ഗൈസ് മല. ഓ നമ്മുടെ സ്ഥലത്തി. ഇനി നമുക്ക് റീസോഴ്സൊക്കെ പെട്ടെന്നൊന്ന് ഗ്യാദർ ചെയ്യണം. അതാണ് നമ്മൾ ഇന്നത്തെ ഗോള്. നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഇവിടെ ഒരു ഷീപ്പിനെ വല്ലതും കണ്ട അടിച്ച് കൊല്ലാം നമുക്ക്. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പോയിട്ട് നമുക്ക് മരമൊക്കെ വെട്ടാൻ പെട്ടെന്ന് പോയിട്ട്. ഇവിടെ ആണെങ്കിൽ ഷീപ്പിനൊന്നും അധികം കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എത്തിൻ്റെ ഇനി നമുക്ക് മുറിക്കാൻ തുടങ്ങാം. ഒരെണ്ണം മുറിച്ച്, രണ്ടാമത്തത് മുറിച്ച്, ഓക്കെ ഗൈസ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 വുഡുണ്ട്. അപ്പോൾ ഈ 10 വുഡുണ്ട് നമ്മൾ കുറച്ച് സാപ്ലിങ് നമ്മുടെ പ്ലാങ്ക് ഉണ്ടാക്കി. എല്ലാത്തിനും പേരൊക്കെ ഉണ്ട്. അപ്പോൾ മറക്കുന്നുണ്ട് കുറേ ഈ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട്. നമ്മളപ്പോൾ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി. കുറച്ചും കൂടി പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് 4 ഉണ്ടാക്കി. ക്രാഫ്റ്റ് കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ കളിക്കുമ്പോൾ. നമുക്ക് സ്റ്റിക്ക് ഇവിടെ വയ്ക്കുക. എന്നിട്ട് നേരെ നമുക്ക് കുറച്ചും കൂടി വുഡ് വേണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് വെട്ടുക. ഓക്കെ, ഇനി നമ്മൾ നേരെ ഒരു മൈൻ ചെയ്യാൻ പോവുക. നമുക്കൊരു മൈനിങ് സ്റ്റേഷൻ വേണ്ടേ. അതാക്കെ എടുക്കണേ ഷീപ്പിനെ നമുക്ക് കണ്ട് തീർക്കാം. പിന്നെ ഈ ലാഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ടച്ച് ഇങ്ങനെ പോവുകയാണ്. കയ്യിൽ നിന്ന് ടച്ച് പെട്ടെന്ന് പോവുക. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയ ഒന്ന് സെറ്റാക്കുക. ഇവിടെ ഫുള്ളും ഗ്രാവലാട്ടോ കൂടുതലും. ഗ്രാവൽ മാത്രമേ ഉള്ളൂ.
ഗ്രാവൽ മാത്രമേ ഉള്ളൂ താഴത്തേക്ക് വേസ്റ്റ് തോന്നുന്നു. അപ്പം ഞാൻ ഇപ്പം ഇങ്ങോട്ട് കുഴിക്കാൻ പോവാണ്. നമുക്ക് സ്റ്റോൺ കിട്ടിയതിൻ്റെ അച്ചീവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ ഉണ്ട് മുറിച്ചിടാം. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റോൺ എടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 14 സ്റ്റോൺ ഉണ്ട്. നമുക്കപ്പോഴേക്കും സ്റ്റോൺ പിക്കാക്സിങ് ഉണ്ടാക്കാം. ക്രാഫ്റ്റിൻ്റെ കൂടെ വയ്ക്കാം. നമുക്കിങ്ങനെ ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മുടെ മൈനിങ് ഏരിയ പോയിട്ട് നല്ലുണ്ട് മൈനുണ്ട് ചെയ്യുക. അപ്പോഴേക്കും നമ്മളെ മുകളിൽ കുറേ ഷീപ്പൊക്കെ ഉണ്ട് വന്നോളും. പിന്നെ തൽക്കാലം നമ്മുടെ മൈനിങ് ഏരിയ ഞാനൊരു ബേസ് ആക്കുന്നുണ്ട്. കാരണം വീട് എന്തായാലും 2 or 3 ഭാഗത്തിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. വീട് നല്ല റീസോഴ്സ് ഇട്ടിട്ട് എൻ്റെ എല്ലാ സീരീസിനേക്കാളും നല്ലൊരു ഗംഭീര വീട് എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ഷീപ്പിനും കിട്ടിയിട്ടുണ്ട്. ഷീപ്പ് കൊണ്ടുപോകാൻ ഓക്കെ അതിന് കിട്ടി. ഇനി ഇവിടെ വേറെ ഷീപ്പ് ലോഡായിട്ടുണ്ട് നോക്കട്ടെ. ഇത് പിന്നെ മോനെ 2 ആകെ 2 തീർത്ത്. ഇനി നമുക്ക് പെട്ടെന്ന് പോയിട്ട് എത്ര സ്പോണാവണി ആവശ്യം കഴിഞ്ഞാൽ പിന്നെ സ്പോണാകും എല്ലാം കൂടി ഗൈസ്. ഞാൻ പിന്നെ നമുക്ക് പിന്നെ ഒരു ബെഡ് ഉണ്ടാക്കാം, ഒരു ഫർണസ് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ മെയിൻ സാധനം ചാർക്കോള് പിന്നെ കേവിലുണ്ടാവും. അപ്പം നമുക്ക് ചാർക്കോൾ കേവിൽ നിന്നാണ് പോയി എടുക്കാം. ഈ കേവിലൊക്കെ പെട്ടാൽ പിന്നെ വെള്ളത്തിൽ കൂടെ വരാനും പറ്റും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇതിൽ ചാർക്കോൾ അറ്റത്ത് കാണുന്നുണ്ട്. ഷീപ്പിനോട് മാറിക്ക് ഗൈസ് ആ ഭാഗത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് ചാർക്കോൾ എടുക്കാം. നമുക്ക് പെട്ടെന്ന് ഈ ചാർക്കോൾ ഫുള്ളാണ്ട് വെട്ടിയെടുക്കുക. ഓക്കെ, നമ്മൾ മുറിക്കലായിട്ടുണ്ട്. ഇനിയും കുറേ ചാർക്കോൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമൊക്കെ വരുമ്പോൾ ഞാൻ ആ ചാർക്കോൾ എടുക്കാം. നമുക്കിങ്ങി ഇതിൻ്റെ മുകളിൽ കയറാം. ഓക്കെ, നമ്മളങ്ങനെ മുകളിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതലും ഓഫ്ലൈനിൽ ഇരുന്നിട്ട് ആയിരിക്കും നമ്മുടെ റീസോഴ്സ് കൂടുതലും ഗ്യാദർ ഉണ്ടാവുക. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഈ മലേൻ്റെ ബാക്കിൽ പോയിട്ട് കുറേ അയണൊക്കെ കളക്ട് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹൗസിലേക്ക് പോവുക. അതിന് മുമ്പ് നമുക്കൊന്നും ഉണ്ടാക്കാം. കുറച്ച് ടോർച്ച് അങ്ങനെ ഉണ്ടാക്കാം. ടോർച്ച് ഉണ്ടാക്കി നമുക്കിനി ഇതുകൊണ്ട് മുറിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറാം. ഇനി നമുക്കിത് കുറച്ച് വലുതാക്കാം നമ്മുടെ ബേസ്. ഇപ്പോൾ നമ്മൾ ഇത്രയും മൈൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നല്ല സ്ഥലമാവും എന്നൊക്കെ തോന്നുന്നുണ്ട്. നമുക്കിവിടെ ബെഡ് ഇങ്ങനെ വയ്ക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ഇവിടെ രാത്രി ആയോന്ന് അറിയില്ല, എന്നാലും നമ്മളിപ്പോൾ നമ്മളത് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻട്രൻസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ടോർച്ച് ഉണ്ട് കൂടി വയ്ക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കൊച്ചു ബേസ്. ഇനി നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. സൈൻ ഔട്ടിങ് ഫ്രം സ്പൈ ഗെയിമിംഗ്.